ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളുടെ സമയം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്, സൂപ്പർ കപ്പ് മത്സരങ്ങളുടെ. അപ്പോൾ അതിന് കാരണം എന്തെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം എല്ലാവർക്കും അറിയാം 20-ാം തീയതി മറ്റന്നാൾ 4:30-ക്കാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് തന്നെ രാത്രി 8 മണിക്ക് മോഹൻ ബഗാൻ വേഴ്സസ് ചർച്ചിൽ ബ്രദേഴ്സ് മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ ചർച്ചിൽ ബ്രദേഴ്സ് എല്ലാവർക്കും അറിയാം ഐ ലീഗിലെ പ്രശ്നം കാരണം അവരിപ്പോൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അവർ സൂപ്പർ കപ്പ് കളിക്കണില്ല എന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻ ബഗാനെ ഡയറക്റ്റ് ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്നത്തെ മത്സരം 4:30-ക്കുള്ള മത്സരം, ഫസ്റ്റ് ഇനാഗുറൽ മത്സരം, അത് 8 മണിക്ക് മാറ്റിയിട്ടുണ്ട്. 8 മണിത്തെ മോഹൻ ബഗാൻ മത്സരം മാറ്റിയത് കൊണ്ട് തന്നെ, ഒഴിവായതുകൊണ്ട് തന്നെ അപ്പോൾ ഫസ്റ്റ് മത്സരം തുടങ്ങുന്നത് 8 മണിയോടെയാണ്. അതെങ്ങനെയാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു ഇതാണ്. ഈവനിങ്ങുള്ള മത്സരം ബ്ലാസ്റ്റേഴ്സിന് എപ്പോഴും വലിയൊരു പ്രശ്നമാവാറുണ്ട്. ഇപ്പോൾ എന്തായാലും രാത്രി 8 മണിക്കാണ് അപ്പോൾ മത്സരം വരുന്നത്. അപ്പോൾ എന്തായാലും അത് നന്നായി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ്, സൂപ്പർ കപ്പിലേക്കുള്ള സ്ക്വാഡും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗോൾ കീപ്പർ നോറ ഫെർണാണ്ടസ് ഇല്ല. സച്ചിൻ ടീമിനോടൊപ്പം ഭാഗമാണ്. ഇഞ്ചുറിയൊക്കെ ഏകദേശം ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ റിസർവ് ടീമിൽ നിന്നൊക്കെ ഗോൾ കീപ്പറായിട്ട് അൽസാബിത്ത്, അതുപോലെ തന്നെ ജസീനൊക്കെ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എബിൻ ദാസ്, ശ്രീകുട്ടൻ എംഎസ് ഒക്കെ ടീമിനോടൊപ്പം ഉണ്ട്. പിന്നെ അതുപോലെ മറ്റൊരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കോറോ സിംഗ് പേഴ്സണൽ ഇഷ്യൂ കാരണം ഉണ്ടാവില്ല എന്നുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ സ്ക്വാഡ് വന്നപ്പോൾ അതിൽ കോറോ സിംഗിൻ്റെ പേരുണ്ട്. അപ്പോൾ പുള്ളി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇനി ഉടനെ തിരിച്ചൊരു ഫസ്റ്റ് മത്സരത്തിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കണ്ടുതരണം. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് അപ്ഡേറ്റ്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാത്തവരിക്കും ബൈ.